ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മൈസൂരിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര 576 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കർണാടക സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ മൈസൂരിൽ നമുക്ക് ഇലക്ട്രിക് വാഹനത്തിൽ എങ്ങനെ പോകാം, അതും ഇലക്ട്രിക് വാഹനം എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഏറ്റവും ചെറിയ വാഹനങ്ങളായ റേഞ്ച് കുറഞ്ഞ വാഹനങ്ങളായ ടിയാഗോ, റിഗോർ, അതുപോലെ നെക്സോൺ പ്രൈം തുടങ്ങിയ വാഹനങ്ങളാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേഞ്ച് പറയുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ മാക്സ്, അതുപോലെ തന്നെ മഹേന്ദ്ര, MG, BYD ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. കാരണം ഈ വാഹനങ്ങളാണ് ഏറ്റവും റേഞ്ച് കുറവെന്നുള്ളതുകൊണ്ട് ഈ വാഹനങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ മൈസൂർ എന്ന് പറയുമ്പോൾ മൈസൂർ കൊട്ടാരമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതുകൂടാതെ വൃന്ദാവൻ ഗാർഡൻ, അതുപോലെ തന്നെ കാവേരി നദി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മൃഗശാല. ഇത് മൂന്നും അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സങ്കേതങ്ങളാണ്. പിന്നെ കൂടാതെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും കൊട്ടാരവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ പോകാം നമുക്ക് മൈസൂരിലേക്ക്. VWalkന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മൈസൂരാണ്. തിരുവനന്തപുരത്ത് നിന്നും മൈസൂർ വരെ നമുക്ക് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ, എത്ര കിലോമീറ്റർ, നമുക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം ആദ്യം പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കാം. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഫുൾ ചാർജിൽ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം എത്തുന്ന സ്ഥലം തിരുനെൽവേലി. തിരുനെൽവേലിയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും നമ്മൾ 15 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് തിരുനെൽവേലിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കൂ. അതിന് നമുക്ക് മറ്റൊരു ഉപായം എന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ വള്ളിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് BPCLന്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ചാർജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗംഗൈക്കൊണ്ടലിൽ ചാർജിങ് പാർട്ട്നേഴ്സിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുര വരെ എക്സ്പ്രസ് ഹൈവേയിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മധുരയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മധുരയിൽ നമ്മുടെ തിരുമംഗലത്ത് ഹോട്ടൽ ടെമ്പിൾ സിറ്റിയിൽ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നമ്മൾ ഭക്ഷണവും കഴിച്ച് വാഹനവും ചാർജ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത് പോവേണ്ട സ്ഥലമെന്ന് പറയുന്നത് ഡിണ്ടിഗൽ പോയി നമുക്ക് ചാർജ് ചെയ്ത് പോകാം. ഡിണ്ടിഗൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലൂടെ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഡിണ്ടിഗൽ പോയാൽ മതി. മധുരയിൽ നിന്നും നമ്മൾ പോകേണ്ടത് 111 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഓടച്ചത്രത്തിലെത്താം. ഓടച്ചത്രത്തിൽ ചാർജിങ് പാർട്ട്നേഴ്സിൻ്റെ ചാർജിങ് സ്റ്റേഷനുണ്ട്. 2 ഗണ്ണുള്ള മെഷീനാണ് അത്. നമുക്ക് അവിടെ ആ മെഷീൻ്റെ അടുത്ത് പോയിട്ട് വേണം നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതേ ആപ്പ് തന്നെയാണ് ഗംഗൈക്കൊണ്ടലിലുള്ളത്. അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓടച്ചത്രത്തിലും നമുക്ക് ചാർജ് ചെയ്യാൻ ഈ ചാർജിങ് പാർട്ട്നേഴ്സ് മതിയാവും. ഓടച്ചത്രത്തിൽ നമ്മൾ ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 112 കിലോമീറ്ററോടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിനാശിയിലെത്താം. അവിനാശി എന്ന് പറയുന്നത് കോയമ്പത്തൂരിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ അവിനാശിയിൽ എത്തിയിട്ട് നമ്മൾ ചാർജിങ് ചെയ്യണം. അവിടെ സിയോണിൻ്റെ മെഷീനാണുള്ളത്. 30 കിലോവാട്ടിൻ്റെ സിയോൺ മെഷീൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ടാറ്റയും അവിടെ ഉണ്ട്. അപ്പോൾ അവിനാശിയിലും ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിനാശിയിൽ നിന്നും 176 കിലോമീറ്ററാണ് നമുക്ക് മൈസൂർ പോകാനുള്ളത്. 176 കിലോമീറ്റർ 176 കിലോമീറ്റർ ഓടാനുള്ളത് കൊണ്ട് അവിനാശിയിൽ നിന്ന് നമ്മൾ ഫുൾ ചാർജിൽ വേണം തിരിക്കാൻ. കാരണം ഇടയ്ക്ക് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ലഭ്യമല്ല. അപ്പോൾ 176 കിലോമീറ്റർ ഓടാൻ കണക്കാക്കി ശ്രദ്ധിക്കേണ്ട വാഹനങ്ങളെന്ന് പറയുന്നത് നെക്സോൺ പ്രൈം, അതുപോലെ തന്നെ ടിയാഗോ, അതുപോലെ തന്നെ റിഗോർ. ഈ 3 വാഹനങ്ങൾക്കുമാണ് മൈലേജ് കുറവ്. അപ്പോൾ ഈ 3 വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, 176 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കണം. എന്നാൽ മൈസൂർ എത്തുന്നതിനും 15 കിലോമീറ്റർ മുന്നേ കട്ടോല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ KSEBയുടെ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട്. അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. സ്റ്റാറ്റിറ്റിക്കിൻ്റെ മെഷീനാണ്. അവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ 176 കിലോമീറ്ററിൽ 15 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ 160 കിലോമീറ്റർ നമ്മൾ ഓടിയേ പറ്റും.
അപ്പോൾ അത് കണക്കാക്കിയുള്ള യാത്ര, അത് കണക്കാക്കിയുള്ള ഡ്രൈവിംഗ് ആണ് നമുക്ക് അവിടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ചാർജിങ് സ്റ്റേഷൻ വരുന്നില്ല. ഇടയ്ക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് ചാമരാജപുരമാണ്. അവിടെ BPCLന്റെ സ്റ്റേഷനാണ്. ആ BPCLന്റെ സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് ചാർജിങ് സ്റ്റേഷൻ കിട്ടാറുമില്ല. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മൈസൂർ വരെ നമുക്ക് 576 കിലോമീറ്ററാണ്. ഈ 576 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. തിരുനെൽവേലി ആദ്യത്തെ ചാർജിങ്, മധുരയിൽ രണ്ടാമത്തെ ചാർജിങ്, മൂന്നാമത്തെ ചാർജിങ് ഓടച്ചത്രം, നാലാമത്തെ ചാർജിങ് അവിനാശി, അവിനാശിയിലെ ചാർജിങ് ശേഷം അഞ്ചാമത്തെ ചാർജിൽ നമ്മൾ മൈസൂരിൽ എത്തിച്ചേരും. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളുടെ വണ്ടിയിൽ എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു, എത്ര കിലോമീറ്റർ കഴിഞ്ഞ് ചാർജ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇത്രയും സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇതിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലം എന്ന് പറയുന്നത്, ദൂരം കൂടിയ സ്ഥലം എന്ന് പറയുന്നതും നമുക്ക് അവിനാശി മുതൽ നമ്മുടെ മൈസൂർ വരെ, അല്ലാന്നുണ്ടെങ്കിൽ കട്ടോല എന്ന് പറയുന്ന സ്ഥലം വരെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്നുള്ള കാര്യവും നമ്മളെല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ മൈസൂർ വരെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുന്നവർക്ക് ശുഭകരമായ യാത്രാമംഗളങ്ങൾ നേരുന്നു.